സോ ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യേണ്ട വന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗും ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗും, അതുപോലെ തന്നെ എങ്ങനെ 90 ദിവസം കൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് മന്ത്ലി അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ചെറിയ എമൗണ്ട് അല്ല നല്ലൊരു എമൗണ്ട് മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ചലഞ്ചും കാര്യങ്ങളൊക്കെയാണ്. ഡേ 1 to day 90 വരെ ചലഞ്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇതൊരു ഗൈഡായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ വീഡിയോ കുറിച്ച് എന്തായിരിക്കും, ഞാൻ എല്ലാ കാര്യം കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് കണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അവിടുത്തെ ഫ്രണ്ട്സിനും എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് തന്നെ വീഡിയോ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, and നിങ്ങളുടെ ഡൗട്ട്സ് കളൊക്കെ അവിടെ ചോദിക്കേണ്ട മറക്കണ്ട, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഹൈപ്പ് പോയിന്റ്സ് നമ്മുടെ വീഡിയോ ഹൈപ്പാക്കി തരും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. സോ ഗൈസ്, ഡയറക്റ്റ് നമ്മുടെ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം, അതായത് മെത്തേഡിലേക്ക് കടക്കാം. സോ നമ്മൾ ഇവിടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ എത്ര തരം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഓക്കെ 90 ഡേയ്സിൽ നിങ്ങൾക്ക് എങ്ങനെ സക്സസ് ആവാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തുകൊണ്ടാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫെയിൽ ആയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? സോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഗൈസ്, ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്, സോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു കമ്മീഷൻ കിട്ടും. സോ അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലായത് പറഞ്ഞുതരാം. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഷൂ, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഒരു ഷൂ, ഓക്കെ 2000 രൂപയ്ക്കുള്ള ഒരു ഷൂ ഞാൻ എടുത്ത്, അതായത് 2000 രൂപയുള്ള ഷൂയുടെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഫോട്ടോകളൊക്കെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സ്ആപ്പ് സ്റ്റോറീസിലൊക്കെ ഞാൻ ഇട്ട് പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ ഷൂവിന്റെ വില 2000 മാത്രമേ ഉള്ളൂ, പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പ്രൊമോട്ട് ചെയ്തു. സോ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഒരു ഓർഡർ വന്നു, അതായത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ ഞാൻ നേരെ എന്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്ത് അവർക്ക് ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സോ അവരത് ക്ലിക്ക് ചെയ്തു, ഓർഡർ ചെയ്തു. ഓക്കെ, സോ ആ ഒരു ഷൂ വിറ്റാ എനിക്ക് കിട്ടുന്ന കമ്മീഷൻ ഒരു 20% വിചാരിക്കാം. സോ ഷൂവിന്റെ വില 2000 രൂപ, ആൻഡ് എനിക്ക് കിട്ടുന്ന പെർസെന്റേജ് 20%. സോ 2000ന്റെ 20% എനിക്ക് കിട്ടിയ പ്രൈസ് ആണ് 200 രൂപ. ആൻഡ് ഞാൻ ആ ഒരു ഷൂ ഒരു ദിവസം എത്രമാത്രം പ്രൊമോട്ട് ചെയ്യും, ആൻഡ് 200 രൂപ എനിക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഞാൻ 10 പേർക്ക് എന്റെ ലിങ്ക്, അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത 10 പേര് ഓർഡർ ചെയ്താൽ എന്റെ അന്നത്തെ ദിവസത്തെ പ്രോഫിറ്റ് ആണ് 2000 രൂപ. അതായത് 200 × 10 2000 രൂപയാണ് എന്റെ അന്നത്തെ പ്രോഫിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഞാൻ പറഞ്ഞത് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ എപ്പോഴും മിഡിൽ മാൻ ആണ്. കാരണം ഇപ്പൊ ആമസോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് നമ്മൾ വരുന്നുണ്ട്, തേർഡ് കസ്റ്റമർ വരുന്നുണ്ട്. സോ ആമസോണിന്റെ ആ ഒരു ഷൂ ഞാൻ എടുത്തു. സോ ഞാൻ എടുത്തത് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് എടുത്താണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ആണ് ആ ഒരു സപ്ലയർ. ആ ഒരു സപ്ലയർ ആണ് 2000 രൂപയ്ക്ക് ആ ഒരു പ്രോഡക്റ്റ് ആമസോൺ ഇട്ടിട്ടുള്ളത്. ആൻഡ് ഞാൻ ആ ഒരു സപ്ലയറിന്റെ ഞാൻ 2000 രൂപയ്ക്കല്ല, ഫ്രീ ആയിട്ട് ആ ഒരു ഷൂയുടെ ലിങ്ക് എടുത്തു. ആൻഡ് ലിങ്ക് എടുത്ത് സെക്കൻഡ് പേഴ്സൺ ആണ് ഞാൻ. ആൻഡ് തേർഡ് പേഴ്സൺ ആയ കസ്റ്റമറിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത് സെയിലാക്കി. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് വെറുതെ സെയിലായ ക്യാഷ് കിട്ടില്ല. നമ്മൾ അതിനായിട്ട് തന്നെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരുപാട് അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ, അതുപോലെ തന്നെ ഷോപ്സി, അങ്ങനെ പലതരത്തിലുള്ള അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ആമസോണിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മീഷോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ കണ്ടു നോക്കുക, അല്ലെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ മനസ്സിലായല്ലോ, നമ്മൾ എപ്പോഴും സെക്കൻഡ് പേഴ്സൺ ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്, ആൻഡ് നമ്മൾ എന്താണ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന പെർസെന്റേജ് കമ്മീഷൻ കയറുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അഫിലിയേറ്റ് മാർക്കറ്റിൽ ഒരുപാട് 95% ആൾക്കാരാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഫെയിൽ ആവുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഗൂഗിൾ തന്നെ 2026 റിസൾട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എത്ര തരമുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുന്നത് 2 തരമാണ്. നമ്മൾ പഠിക്കാണ്ട് പോകുന്ന 2 തരമാണ്. ഒന്ന് നമ്മുടെ ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, 2 ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 ഫ്രീ തന്നെയാണ്. നമുക്ക് ഒരു പ്രോഡക്റ്റ് സ്റ്റോക്കിങ്ങോ ഒന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു 100 മുതൽ, അല്ലെങ്കിൽ വേണ്ട ഒരു 1000 മുതൽ ഒരു 10000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപയുള്ള പ്രോഡക്റ്റ് നിങ്ങളത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പെർസെന്റേജ് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. സോ എക്സാമ്പിൾ ആയിട്ട് ഒരു 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, സോ 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ 10% ആണ്. സോ ഞാൻ പറയുന്നത് ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. സോ ഞാൻ 1000 രൂപയുടെ ആ ഒരു പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. സോ എനിക്ക് പെർസെന്റേജ് കമ്മീഷൻ കിട്ടുന്നത് ഒരു 10% വിചാരിക്കാം. സോ ഞാൻ ഒരാൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഷെയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്നത് 100 രൂപയാണ്. ആൻഡ് അതേസമയം ഞാൻ ഒരാൾക്കല്ലാതെ ഒരു
10 പേർക്ക് ഞാൻ സെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ കൺഫേം ആയി എനിക്ക് കിട്ടുന്ന 1000 രൂപയാണ്. അങ്ങനെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് 1000 രൂപയായി. ഇതാണ് ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് ചെറിയ പ്രൈസേ ഉള്ളൂ. സോ നമ്മൾ പ്രൊമോട്ട് ആക്കി ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഹൈ ടിക്കറ്റിലേക്ക് കടക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. കാരണം ഹൈ ടിക്കറ്റിന്റെ പ്രൈസ് ഏകദേശം ഒരു 10,000 മുതൽ ഒരു 50,000 അല്ലെങ്കിൽ 10,000 മുതൽ ഒരു 20,000 ഒക്കെ വിചാരിക്കുക. ആൻഡ് നിങ്ങൾക്കുള്ള കമ്മീഷൻ വളരെ വലുതായിരിക്കും. സോ 10,000 രൂപയ്ക്ക് ഒരു 10,000 രൂപയുടെ ഒരു വാച്ച്, ഓക്കെ, സോ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഇപ്പം 10,000 രൂപയ്ക്ക് ഒരു ലക്ഷറി വാച്ച്, സോറി എന്താ പറഞ്ഞാൽ 1,200, നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും, $1,200 ഒരു വാച്ച്, ഓക്കെ. സോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. സോ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10% കമ്മീഷൻ എന്ന് വെച്ചാൽ വളരെ വലിയ കമ്മീഷനാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം 8,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ്, ഓക്കെ. സോ 8,000 രൂപയുടെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ വേണ്ട 80,000 രൂപയുടെ പ്രോഡക്റ്റ്, ആൻഡ് നിങ്ങൾ 80,000 രൂപ പ്രോഡക്റ്റ് ഒരു വാച്ച് വിചാരിക്കുക. ആൻഡ് ആ ഒരു വാച്ചിന്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തു. ആൻഡ് നിങ്ങൾ ഒരുപാട് പേരേക്ക് ആ ഒരു സംഭവം എത്തിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് അതിൽ ഒരു ഓർഡർ കൺഫേം ആയി നിങ്ങൾക്ക് കിട്ടുന്ന 20% കമ്മീഷനാണ്, ഓക്കെ. സോ നമ്മൾ നേരെ 20% കമ്മീഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടുന്നത് 10,000 രൂപയാണ്. സോ ഇതാണ് ലോ ടിക്കറ്റും ഹൈ ടിക്കറ്റും. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോ ടിക്കറ്റ് ആണ്, ഓക്കെ. സോ ഞാൻ പറഞ്ഞ റിയലായിട്ട് കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഹൈ ടിക്കറ്റ് സെയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സെയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മീഷൻ കിട്ടും. പക്ഷെ അത് പാടാണ്. ആൻഡ് നമ്മൾ ലോ ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ ലോ ടിക്കറ്റ് നിങ്ങൾക്ക് എന്താണ് ചെറിയ പ്രോഡക്റ്റ് ഒരു $7 ഒക്കെ എടുത്തില്ല, അല്ലെങ്കിൽ ഒരു 600 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 20% കൂട്ടും, ഓക്കെ. സോ 600 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരെ എടുത്തതിന് ശേഷം നമ്മൾ 600 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എന്താണ് ഒരു 20% കമ്മീഷൻ നമ്മൾ എടുത്ത്. സോ വൺ സെയിൽ നമുക്ക് കിട്ടുന്നത് 120 രൂപയാണ്. ആൻഡ് ആ 600 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രോഫിറ്റ് 1,200 രൂപയാണ്. സോ നിങ്ങൾ ലോ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക, ഓക്കെ. അതിനുശേഷം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതിനു ശേഷം മാത്രം ആ ഹൈ ടിക്കറ്റിലേക്ക് പോവാം. ഹൈ ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെയിൽ നിന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ആൻഡ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ലോ ടിക്കറ്റ് ഓട്ടോമേഷനും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. സോ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ആണ്. സോ ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിനെ കണ്ടു, അതായത് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കാണുകയാണ്. അതായത് നിന്റെ ഒരു പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ പറയുന്നത് നിന്നെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ DM വരും. സോ അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അവർ ഷെയർ ചെയ്യുന്നത് അവിടെ അഫിലിയേറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെയാണ്, ഓക്കെ. ചിലപ്പോൾ വലിയ, അതായത് ലാർജ് പ്രൈസിന്റെ ആയിരിക്കും സെല്ലാക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രൈസിന്റെ സെല്ലാക്കുന്നത്. ആൻഡ് അവർക്ക് ഓർഡർ കൂടുമ്പോഴത്തേക്ക് അവർക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും, ഓക്കെ. സോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്ത് ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. സോ ഇതൊക്കെ തന്നെയാണ്, അതായത് നമുക്ക് പെട്ടെന്ന് റീച്ച് കൂടാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ തന്നെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ 95% ആൾക്കാർ നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഫെയിൽ ആവുന്നുണ്ട്. ആൻഡ് നമ്മുടെ സ്ലോട്ട് മെഷീൻ മെന്റാലിറ്റി ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ലിങ്ക് സ്പാമിംഗ് ആണ്. മൂന്നാമത്തെ ചേസിംഗ് ഫാറ്റ്സ് ആണ്. നാലാമത്തെ ടെക്നിക്കൽ ഓവർവെൽമാണ്. ആൻഡ് അഞ്ചാമത്താണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. സോ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. സോ സ്ലോട്ട് മെഷീൻ മെന്റാലിറ്റി, നമ്മൾ പലരും ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്, ലൈക്ക് എ ഗാംബ്ലിംഗ് പോലെയാണ് എല്ലാവരും കാണുന്നത്. അതായത് കയറുമ്പോൾ തന്നെ ഇന്ന് നമുക്ക് നാളെ പൈസ കിട്ടോ, മറ്റന്നാളെ പൈസ കിട്ടോ. എനിക്കൊരു 90% 60% എനിക്ക് DMs ഉള്ളത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് എത്ര ദിവസങ്ങളിൽ പൈസ കിട്ടും, എനിക്കൊരു നാളെ പൈസ കിട്ടും, ഒരാഴ്ചയുള്ള വീക്കിൽ പൈസ കിട്ടും. സോ അങ്ങനെയൊന്നും അല്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു ടൈം പീരീഡോ കാര്യങ്ങളൊന്നുമില്ല. വൺസ് യുവർ വീഡിയോ ഗെറ്റ് വ്യൂസ്, അതായത് നിങ്ങളുടെ വീഡിയോക്ക് നിങ്ങളുടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എത്രമാത്രം ആൾക്കാർ കാണുന്നുണ്ട് അത്രമാത്രം നിങ്ങൾക്ക് സെയിൽസ് ഉള്ള ചാൻസ് കൂടുതലാണ്, ഓക്കെ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതാണ് സ്ലോട്ട് മെഷീൻ മെന്റാലിറ്റി. രണ്ടാമത്തെ ലിങ്ക് സ്പാമിംഗ്. നമ്മൾ ചുമ്മാ റാൻഡമായി ലിങ്ക് കാര്യങ്ങളെ ഷെയർ ചെയ്യും, ഓക്കെ. ചിലപ്പോൾ അത് അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കില്ല, അല്ലെങ്കിൽ റാൻഡമായിട്ട് എന്താണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യും. ബട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെയ്യുക, ഓക്കെ. ഒരു കസ്റ്റമറിനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർക്ക് ആ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ആൻഡ് നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യുക, ഓക്കെ. സോ അത് ലോ ടിക്കറ്റ് ആണെങ്കിലും ഹൈ ടിക്കറ്റ് ആണെങ്കിലും. ആൻഡ് ചേസിംഗ് ഫാഡ്സ്, നമ്മൾ മാറി മാറി കളിക്കും. അതായത് ഒരു നീഷ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ഞാൻ ചൂസ് ചെയ്യുന്നത് ഫിറ്റ്നസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫിറ്റ്നസ് പരമായിട്ടുള്ള സംഭവങ്ങൾ സെല്ലാക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എക്സസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ഡംബൽസ് ഉണ്ട്, അങ്ങനെ പല സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓൺലൈൻ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ മാറി മാറി കളിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് ഫിറ്റ്നസ് ചെയ്ത് നാളെ ഹെൽത്തിന്റെ ചെയ്യാനായിട്ട് പോകണം, അല്ലെങ്കിൽ മറ്റന്നാളെ ബ്യൂട്ടി ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ എപ്പോഴും ഒരെണ്ണത്തിൽ മാത്രം നിൽക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ആ ഒരു പേജ് വൈറലായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ആണെങ്കിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പേജിൽ ഏറ്റവും ആൾക്കാർ വരുന്നത് ഫിറ്റ്നസിന്റെ ആയിരിക്കും. സോ നിങ്ങൾ അടുത്ത ഫിറ്റ്നസിന്റെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് എന്താണ് ആ ഒരു വീഡിയോ വൈറലാവുകയും ചെയ്യും. അതുപോലെ പ്രോഡക്റ്റ്സ് എല്ലാവരും ചാൻസും കൂടുതലാണ്. പക്ഷെ നിങ്ങൾ മാറി മാറി കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓഡിയൻസ് കിട്ടാനായിട്ട് പോകുന്നില്ല, അതുപോലെ പ്രോഡക്റ്റ്സ് എല്ലാവരും പോകുന്നില്ല. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. നിങ്ങൾ കൺസിസ്റ്റൻസി ഇല്ലാതെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും ഡെയിലി നമ്മൾ ഓരോ റീൽസ് അപ്ലോഡ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഡെയിലി ഒരാഴ്ച ഒരു 3-4 റീല് മതി, ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം ഡെയിലി നിങ്ങൾ 1-2 റീലും കാര്യങ്ങൾ അപ്ലോഡ് ആക്കാം, ഓക്കെ.
ഇപ്പൊ നിങ്ങൾ ഒരു 2 റീല് ഡെയിലി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഒരു 60 റീലായി. അപ്പൊ നിങ്ങൾക്ക് ചാൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 റീൽ നിങ്ങൾക്ക് വൈറലാവാനുള്ള ചാൻസ്. ഇപ്പൊ നിങ്ങൾ ഓരോ ദിവസം ഓരോ റീൽ വെച്ച് ഇട്ടാലും 30 ദിവസം 30 റീലായി. സോ അപ്പൊ നിങ്ങളുടെ ചാൻസ് എത്രയാണ്? 30 റീലാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എത്ര റീലിടും അത്ര നിങ്ങൾക്ക് ചാൻസ് നിങ്ങളെ കൂടുതലുണ്ട്. ഞാൻ കണക്കൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു നീഷ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഫിറ്റ്നസ് ആണെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് പ്രൊഡക്റ്റിനായിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു അഫ്ലൈറ്റ് ലിങ്ക് എടുക്കുക, ഫിറ്റ്നസിന്റെ അഫ്ലൈറ്റ് ലിങ്ക് എടുക്കുക. അതായത് ഫിറ്റ്നസ് ഒരുപാട് ഡംബൽസ് എടുക്കുക, അങ്ങനെ പലയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഓൺലൈൻ വഴി പ്രൊമോട്ട് ചെയ്യുക, സെയിൽ പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ 5% ആൾക്കാരാണ് ഈ ഒരു 90 ദിവസം കൊണ്ട് സക്സസ് ആവുന്നത്. സോ അവർക്കുള്ളത് കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഐഡിയ കാണും, നീഷ്. അവർ റാൻഡം ആയിട്ട് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യില്ല. ഒരു പേജ് എങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ് മാത്രമേ അവർ ആ പേജിലൂടെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് 90 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ അഫ്ലേറ്റ് മാർക്കറ്റിംഗിൽ സക്സസ് ആവുമെന്ന് പറഞ്ഞുതരാം. സോ ഈ ഒരു സ്ഥലത്തിൽ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഫസ്റ്റ് 90 ദിവസത്തിന്റെ ഡേ 1 ആണ്, അതായത് ഡേ 1 to 30 ആണ് ഫൗണ്ടേഷൻ. നമ്മളൊരു ബേസ് ബിൽഡ് ചെയ്യാനായിട്ട് പോവാണ് ഈ ഒരു 30 ദിവസം കൊണ്ട്. ഓക്കെ, അതായത് ചൂസ് യുവർ നീഷ്. നിങ്ങളുടെ പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് എന്താണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ്, ബ്യൂട്ടി ആണെങ്കിൽ ബ്യൂട്ടി, അല്ലെങ്കിൽ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്. ഫിറ്റ്നസ് ആയിട്ട് ആൾ ഒരിക്കലും ബ്യൂട്ടിയോട് പോകരുത്. ഓക്കെ, ഒരേ സംഭവം തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരു സംഭവത്തിന് ഫോക്കസ് ചെയ്യുക. ഫിറ്റ്നസ് ആണെങ്കിൽ ആ പരമായുള്ള പ്രോഡക്റ്റ് മാത്രം എടുത്ത് പ്രൊമോട്ട് ചെയ്യുക. ബ്യൂട്ടി ആണെങ്കിൽ ആദ്യത്തെ പ്രോഡക്റ്റ് മാത്രം എടുത്ത് പ്രൊമോട്ട് ചെയ്യുക. ഹെൽത്ത് ആണെങ്കിൽ ആദ്യത്തെ പ്രോഡക്റ്റ് മാത്രം എടുത്ത് പ്രൊമോട്ട് ചെയ്യുക. സോ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു അഫ്ലേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കണം. അതായത് ആമസോൺ ആണെങ്കിൽ ആമസോൺ, മീഷോ ആണെങ്കിൽ മീഷോ, ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഫ്ലേറ്റ് ലിങ്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അഫ്ലേറ്റ് ലിങ്ക് എടുക്കാൻ പറ്റും. ഏൻകർ, ഹൗൾ പാക്ക് അല്ലെങ്കിൽ വിഷ് ലിങ്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അഫ്ലേറ്റ് ലിങ്ക് എടുക്കാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ഹൗൾ പാക്കിന്റെയും ഏൻകറുടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അഫ്ലേറ്റ് ലിങ്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് കമ്മീഷൻ കള കിട്ടുള്ളൂ. ഓക്കെ, സോ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആണ് സെറ്റപ്പ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. അത് ബ്രാൻഡ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യണം. ഒരു സ്റ്റോറിന്റെ പേര് കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ആക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഹെൽത്തിന്റെ ഒരു സംഭവം, അതായത് ഹെൽത്ത് പ്രോഗ്രാം പ്രൊമോട്ട് ആക്കുന്നെങ്കിൽ ആ ഒരു പേജിന്റെ പേരും അതുപോലെ ലോഗോയും ബയോയും എല്ലാം ഹെൽത്ത് ടിപ്സ് ആയിരിക്കണം, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ബ്യൂട്ടി ആണെങ്കിൽ അതായിരിക്കണം. അപ്പം ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഒക്കെ ആണെങ്കിൽ ആ തരത്തിലുള്ള പേരും അതുപോലെ തന്നെ ആ തരത്തിലുള്ള എല്ലാ സംഭവം ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. ആൻഡ് അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഫസ്റ്റ് വാല്യൂ ഡ്രൈവൺ കണ്ടന്റ്. നമ്മൾ എപ്പോഴും വാല്യൂ, അതായത് നമ്മുടെ കണ്ടന്റിന് വാല്യൂ കൊടുക്കും. ഓക്കെ, റാൻഡമായിട്ട് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത ഒരു ഹുക്ക് ആഡ് ചെയ്യുക, അതായത് 3 സെക്കൻഡ് ഹുക്ക് ആഡ് ചെയ്തിട്ട് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു വീഡിയോ അടിപൊളിയായിരിക്കും. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖം കാണിക്കാം, അല്ലെങ്കിൽ റീൽസ് മാത്രം, അതായത് ഫേസ് കാണിക്കാത്ത റീൽസ് മാത്രം അപ്ലോഡ് ചെയ്യുക പ്രോഡക്റ്റിനെ കുറിച്ച്. ഓക്കെ, ഇതിന്റെ പ്രോഡക്റ്റ് സംഭവം ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇടുക. അതായത് ആൾക്കാർ നമ്മൾ കൺവിൻസ് ചെയ്യുക, മാക്സിമം കൺവിൻസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഓർഡർ കിട്ടും. നിങ്ങൾക്ക് ഇത് ലോ ടിക്കറ്റ് എന്താണ് ട്രൈ ചെയ്യാം, ഹൈ ടിക്കറ്റ് ട്രൈ ചെയ്യാം. സോ ഗൈസ്, അടുത്തതാണ് ഫേസ് 2, അതായത് 31 ദിവസം തൊട്ട് 60 ദിവസം. സോ ഇതിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ റീൽസും കാലൊക്കെ അപ്ലോഡ് ആക്കി വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഡെയിലി റീൽസും കാലൊക്കെ അപ്ലോഡ് ആക്കി നിങ്ങൾ അത്യാവശ്യം പേജിനൊക്കെ ഉറപ്പായിട്ട് വ്യൂസ് കിട്ടും. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ്, ഒരു നിഷിങ് കാലൊക്കെ ചൂസ് ചെയ്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു 30 ദിവസം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 500 ഫോളോവേഴ്സ് എങ്കിലും നിങ്ങളുടെ ആ ഒരു പേജിൽ എത്തിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത 30 to 60 ദിവസത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരാഴ്ച മിനിമം കാര്യം പറയുന്നത് നിങ്ങൾ 5 റീലിലും പോസ്റ്റ് ആക്കിയിരിക്കണം. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് 5 റീലെങ്കിലും നിങ്ങൾ പോസ്റ്റ് ആക്കിയിരിക്കണം. ഓക്കെ, സോ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ് ഡെയിലി വിത്ത് ഓഡിയൻസ്. ഡൗട്ട്സ് വെച്ച് വരാം, അതായത് DM ഡൗട്ട്സ് വെച്ച് വരാൻ ചാൻസ് ഉണ്ട്. കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പറയുന്നത്. സോ അതെല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേജിന് എന്താണ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ അനാലിസിസ് ലിങ്ക് പെർഫോമൻസ്, അതായത് DM ഒക്കെ എല്ലാവർക്കും വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുക അത്രയും നല്ലത്. ഇപ്പൊ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നവിടെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലിങ്ക് DM പോകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സൂപ്പർ പ്രൊഫൈൽ യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മീഷോ ഒക്കെ യൂസ് ചെയ്യുന്ന മീഷോ തന്നെ ഓൾറെഡി ഈ ഒരു ഓട്ടോമാറ്റിക് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ലാസ്റ്റ്, അതായത് ഫേസ് 3, നമ്മൾ ഓൾറെഡി ഫേസ് 1 ഫൗണ്ടേഷൻ ബേസ് സെറ്റ് ആക്കി, അതിനുശേഷം നമ്മൾ ഗ്രോ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തായാലും ഓർഡേഴ്സും കാര്യങ്ങളും സെറ്റ് ആക്കി നിങ്ങളുടെ പേജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫേസ് കാണിച്ചോ കാണിക്കാതെയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് മസ്റ്റ് ആയിട്ട് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് എടുത്തതിനു ശേഷം മാത്രം പ്രൊമോട്ട് ചെയ്യുക. മീഷോ പോലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി DM കിട്ടുന്നതായിരിക്കും. ആയിട്ട് നിങ്ങൾക്ക് DM വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് മന്തിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ തോന്നുന്നത് 99 രൂപയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ എന്താണ് ഈ ഒരു മീഷോ പോലുള്ള സംഭവം, അല്ലെങ്കിൽ
സൂപ്പർ പ്രൊഫൈൽ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ തോന്നുന്നത് 99 രൂപയാണ്. ഞാൻ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്ന ഒരു കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഏകദേശം 49 രൂപ അല്ലെങ്കിൽ 99 രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മീഷോ പോലുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ലിങ്ക് ഒക്കെ DM സെൻഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് അതായത് പേജ് 3 ആണ് നമ്മളെ ലാസ്റ്റ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ഒക്കെ സെറ്റ് ആകാത്ത സെയിൽസ് വന്ന് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ടെസ്റ്റ് ഹൈ ടിക്കറ്റ് ഓഫേഴ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മിനിമം ഒരു 500 ഫോളോവേഴ്സ് എങ്കിലും ഈ ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾ എത്തിയിരിക്കും. 500 to 1000 നിങ്ങളുടെ റീൽ എത്രമാത്രം വൈറലാവും അത്രമാത്രം ഫോളോവേഴ്സ് നിങ്ങൾക്ക് എത്തിയിരിക്കും. അതിനുശേഷം നിങ്ങൾ ഹൈ ടിക്കറ്റിലേക്ക് പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരു 8000 10000 ആ റേഞ്ചിലൊക്കെ പ്രോഡക്റ്റ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹെൽത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലാത്തിലും ഓരോ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആ നിങ്ങളടുത്ത് പ്രൊമോട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് എന്താണ് ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടും. ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് ഒരുപാട് കൊളാബറേഷൻസ് കിട്ടും. നമുക്ക് അങ്ങോട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഇൻകം നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് തന്നെ എൺ ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഇങ്ങോട്ടും കുറെ പൈസ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഓൾറെഡി നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേജ് എന്തായാലും റീച്ച് ആവാനായിട്ട് പോവാണ്. ഓക്കെ, സോ നമ്മൾ റീച്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് നമ്മുടെ പേജിൽ ഇടാനായിട്ട് പറ്റുന്നതായിരിക്കും. നമുക്ക് എന്താണ് സ്റ്റോറി പ്രൊമോഷൻസ്, റീൽ കൊളാബറേഷൻസ്, അങ്ങനെ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഡെയിലി നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോവാം. നാളെ എന്ത് കണ്ടന്റ് ഇടും, ഓരോ ദിവസം നമുക്ക് എത്ര വീഡിയോ ഇടാം, അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, സോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് അപ്ലൈ പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കൊമേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിനെ ചൂസ് ചെയ്തിട്ട് പോവാം. ആമസോണോ ഫ്ലിപ്കാർട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അതൊന്നും വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ലോ ടിക്കറ്റ് ചെയ്യുക, അതിനുശേഷം ഹൈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആമസോണിന്റെയും മീഷോയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെമ്പോത്ത് കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇതിന്റെ വീഡിയോ ഇത്രയും ലോങ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ചലഞ്ച് ചെയ്യുക. അതായത് ചലഞ്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാനും ഉണ്ട്. അതായത് ഫസ്റ്റ് റിസൾട്ട് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനടുത്ത 60 ദിവസം കഴിഞ്ഞ് അടുത്ത റിസൾട്ട് അങ്ങനെ അവിടെ സെറ്റായി പോകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏണിങ്സ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നെഗറ്റീവ് കമന്റ്സ് വരുന്നതായിരിക്കും. സോ ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി. അപ്പൊ ഈ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഫ്രീ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 1 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും വരുന്നില്ല. ഓക്കെ, 1 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ജസ്റ്റ് അവരെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. Day 1 to Day 90 വരെ കൺസിസ്റ്റന്റ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒരു കൺസിസ്റ്റന്റ് പേഴ്സൺ ആണെങ്കിൽ, അത്യാവശ്യം ട്രെയിനിങ് ആ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നെങ്കിൽ വിത്തിൻ 1 മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡേഴ്സ് വന്ന് തുടങ്ങും. അത്യാവശ്യം 90 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പേജ് അടിപൊളിയായിരിക്കും. കൊളാബറേഷൻസ് വരും, പ്രൊമോഷൻസ് വരും, എക്സ്ട്രാ ഏണിങ്സ് ആയിട്ട് ആക്കാൻ പറ്റും. ഓക്കെ, സോ വീഡിയോ ഫുള്ള് കണ്ട് എല്ലാവരും നന്ദിയുണ്ട്. അതിന് ഡൗട്ട് കമന്റ് ചോദിച്ചാൽ മതി. നമ്മൾ പറഞ്ഞത് എന്താണ് ഈ ഒരു മെന്റർഷിപ്പും ഗൈഡൻസും എല്ലാം നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. സോ അതിന് കുറെ റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്തത് ഫ്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാവരും സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ അത് വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. സോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. കമന്റ് ഒന്നും കുഴപ്പമില്ല. ആൻഡ് DM വരുന്നുണ്ട്. ഞാൻ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് വിട്ട് അല്ലെങ്കിൽ വിട്ട് അത്രേ ഉള്ളൂ. ആൻഡ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ആക്കുന്നില്ല. ഓക്കെ, അതായത് നമ്മുടെ മെന്റർഷിപ്പ് സ്റ്റാർട്ട് ആക്കുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് കമന്റ് ചോദിച്ചാൽ മതി. നമ്മളെല്ലാം ക്ലിയർ തരുന്നതായിരിക്കും. സോ ഇതിന് മികച്ച അടുത്ത വീഡിയോക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.